അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഷാഫിഈൻ ചിന്തകളെ കണ്ടംപ്ലേറ്റ് ചെയ്യുന്ന ഈ ഒരു സെഷനിൽ ഇന്ന് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഖുറൂജ് അലൽ അഇമ്മ. അതല്ലെങ്കിൽ അതിൻ്റെ തന്നെ മറ്റൊരു വേർഷനായിട്ടുള്ള ബഗയ്. ഈ വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിൻ്റെ തുടക്കകാലം മുതൽക്ക് തന്നെ വളരെ പ്രമാദമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ് ഭരണാധികാരികൾക്കെതിരെയുള്ള വിമത സൈനിക നീക്കങ്ങളെ, അതുപോലെ അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളെ എന്ത് നിലപാടോടുകൂടിയാണ് കൈകാര്യം ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും അതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും കാലം മുതൽക്ക് അവരുടെ ഒരു ജമൽ സിഫീൻ യുദ്ധങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഖവാരിജ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു വിഭാഗം, അവരുടെ ഒരു ആശയം, ഭരണാധികാരികൾ ഇസ്ലാമിക നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കാത്തവരാണ് എങ്കിൽ അവരോട് നമ്മൾ ഏത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിൽ വളരെ തീവ്രമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഖവാരിജുകൾ എന്ന് പറയുന്ന വിഭാഗം രംഗത്ത് വരുന്നത്. അപ്പോൾ അവർ തങ്ങളെക്കുറിച്ച് അഹ്ലു തഹ്കീം എന്നാണ് പറയാറുള്ളത്. ഇനിൽ ഹുക്മ ഇല്ലാ ലില്ലാ, അള്ളാഹുവിൻ്റെ വിധികൾ നടപ്പിലാക്കുന്ന ആളുകളാണ് നമ്മൾ. അതിൽ മനുഷ്യർക്ക് ഇടപെടാൻ യാതൊരു അർഹതയുമില്ല. മനുഷ്യനിർമ്മിതമായിട്ടുള്ള നിയമ സംഹിതകളിലേക്കൊക്കെ നീളുന്ന ചർച്ചകളൊക്കെ ആരംഭിക്കുന്നത് ഈ ഒരു ഇസ്ലാമിൻ്റെ തുടക്കകാലത്ത് തന്നെ ഉത്ഭവിച്ചിട്ടുള്ള ഇനിൽ ഹുക്മ ഇല്ലാ ലില്ലാ പോലെയുള്ള ആയത്തുകളെയൊക്കെ വളരെ വികലമായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം ആളുകളെ ഖവാരിജുകൾ, നിലവിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണകൂടത്തിനെതിരെ കലാപം നയിക്കുന്ന വിമത വിഭാഗം എന്നുള്ള പേരിലാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് ഷാഫിഈ ഫിഖ്ഹിൽ എങ്ങനെയാണ് ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഇമാം ഷാഫിഈയാണ് ശരിക്കു പറഞ്ഞാൽ വിമത സേനകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അബ്ബാസി ഖിലാഫത്തിൻ്റെ തുടക്കത്തിൽ ഇബ്രാഹിം നഫ്സു സക്കിയ, അതുപോലെ തന്നെ ഹസൻ ബിൻ സെയ്ദ് ബിൻ അലി തുടങ്ങിയിട്ടുള്ള അഹ്ലുബൈത്തിൽപ്പെട്ടിട്ടുള്ള വിമത സൈനിക മുന്നേറ്റങ്ങളോടൊക്കെ അദ്ദേഹം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അവരെ സാമ്പത്തികമായും ആത്മീയമായിട്ടൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല എന്നാണ് നമുക്ക് ഹനഫി ഫിഖ്ഹിൻ്റെ ആദ്യകാല കൃതികളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക. ഷാഫിഈ ഇമാമാണ് ആദ്യമായി ആരാണ് ഈ ബുഗാത്ത്, ബഗയിൻ്റെ ആളുകൾ എന്നുള്ള വിഷയം കൃത്യമായിട്ട് ചർച്ചക്കെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഖുറൂജ് എന്നുള്ളതും ബഗയ് എന്നുള്ള രണ്ട് സംജ്ഞകൾ രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ള തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് മാറ്റിവെക്കണം എന്നുള്ളതാണ്. കാരണം ഖുറൂജ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ ആദ്യം ഉള്ളിലായിരുന്നു, പിന്നീട് പുറത്തു വരുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ നിലവിലുള്ള ഒരു ഭരണകൂടത്തെ അംഗീകരിച്ച് ഒരു സുൽത്താൻ്റെ അല്ലദീന ദഖലു തഹ്ത സുൽത്താനിൻ, ഒരു ഹാക്കിമിൻ്റെ, ഒരു സുൽത്താൻ്റെ കീഴിൽ വന്നിട്ടുള്ള ആളുകളാണ് പിന്നീട് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, പുറത്തു പോകുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഖുറൂജ് എന്നുള്ള പേരിൽ ഭരണാധികാരികൾക്കെതിരെയുള്ള നീക്കങ്ങളെ പൊതുവെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ബഗയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ
പൊതുവെ സായുധമായിട്ടുള്ള കലാപം നയിക്കുന്ന വിഭാഗത്തെ പരിചയപ്പെടുത്താനാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ബഗി എന്നുള്ളത് സായുധമായിട്ടുള്ള കലാപം ഒരു ടേമിൽ അങ്ങനെ ഉൾക്കൊള്ളുന്നത് എങ്കിൽ പോലും അവർ ഇനി സായുധമായിട്ടല്ലാത്ത രീതിയിൽ പ്രകടനങ്ങൾ നടത്തുക, അല്ലെങ്കിൽ ഭരണാധികാരിക്കെതിരെ വല്ല നീക്കങ്ങളൊക്കെ നടത്തുക, സായുധമല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തുക, അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചും നമ്മൾ ബഗി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, വിവക്ഷിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഖുറൂജ് പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ക്ലാസിക്കൽ ടെക്സ്റ്റുകളിലെല്ലാം വളരെ കൃത്യമായിട്ട് നോക്കിയാൽ പാടില്ല എന്നല്ല, ചിലപ്പോൾ ഒരിക്കലും തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിന് ഇജ്മാഅ് വരെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും. ഷാഫി ഇമാം 3 കണ്ടീഷനുകളാണ് ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയുന്നത്. ഒരു വിഭാഗം ബഗീൻ്റെ ആളുകളാണ് എന്ന് പറയണമെങ്കിൽ 3 കണ്ടീഷനുകൾ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഒന്ന്, അവർ എന്തെങ്കിലും ഒരു തഅ്വീൽ അവർക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. തഅ്വീൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ഇസ്ലാമിനെ, ഇപ്പോൾ ഖവാരിജിൻ്റെ വിഷയത്തിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അവിടെ അലി റളിയല്ലാഹു അൻഹും അതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹും ഇവർ രണ്ടുപേരും കൂടി ഒരു മധ്യസ്ഥന്മാരെ നിയമിച്ചു എന്നുള്ളത്, അത് ഇസ്ലാമികമായി ശരിയല്ല എന്നുള്ള ഒരു വ്യാഖ്യാനമാണ് ഇനിൽ ഹുക്മ ഇല്ലാലില്ല എന്നുള്ള ആയത്തിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് എന്ത് ചെയ്യുന്നത് ഇവർ പറയുന്നത്. അതാണ് തഅ്വീൽ എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇസ്ലാമികമായ ഒരു വൃത്തത്തിനുള്ളിൽ തന്നെ വരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു വ്യാഖ്യാനം അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതല്ലാതെ തീർത്തും വളരെ സെക്യുലറായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധമായ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്ന ആളുകളാണ് എങ്കിൽ അവരെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബുഗാത്ത് എന്നുള്ള അർത്ഥത്തിൽ പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുഗാത്തിനേക്കാൾ കുറച്ച് അപ്പുറത്താണ് അവർ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. ബുഗാത്തിനോട് സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചൊക്കെ ഷാഫി ഇമാം പിന്നീട് കൃത്യമായിട്ട് വിവരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തേത് അവർക്ക് എന്തെങ്കിലും ഒരു തഅ്വീൽ ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് പറയുന്നത് അവർക്ക് ഷൗക്കത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു സായുധമായിട്ട് അവരെ നേരിട്ടാൽ മാത്രമേ അവരെയൊക്കെ ഡിസിപ്ലിൻ ചെയ്യാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ അവരെ നിയമത്തിൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനൊക്കെ കഴിയൂ എന്നുള്ള അർത്ഥത്തിലാണ് എങ്കിൽ ആ ഒരു രീതിയിലൊക്കെയാണ് എങ്കിൽ ഓക്കെ. ഇനി നേരെ മറിച്ച് 1-2 ആളുകളാണ്, അതല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒറ്റയാളായിട്ട്, ഇപ്പോൾ നമ്മൾ ഷാഫി പണ്ഡിതനായിട്ട് തന്നെയുള്ള ഇസ് ബിൻ അബ്ദിസ്സലാമിനെ പോലെയുള്ള പണ്ഡിതന്മാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം മംലൂക്കുകളുടെ കാലത്ത് അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ നടത്തിയതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെയാണ് എങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വലിയ ബഗി എന്നുള്ള അർത്ഥത്തിലൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അവർ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് ഒരുമിച്ച് കൂടി ഒരു നിലവിലുള്ള ഭരണത്തിന് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്ന രീതിയിൽ വലിയൊരു പ്രശ്നകാരികളായിട്ട് മനസ്സിലാക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 3 കണ്ടീഷനുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ ബുഗാത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നീട് വരുന്ന മാവർദി ഇമാം, അതുപോലെ ജുവൈനി ഇമാം, ഗസാലി ഇമാം പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ജുവൈനി ഇമാമിൻ്റെ ഖിയാസുൽ ഉമം ഫിൽ തിയാസി ദുലം എന്നൊക്കെയുള്ള ഒരു കിതാബുണ്ട്. ഈ ഒരു കിതാബിലാണ് വളരെ വിശദമായിട്ട് ഭരണാധികാരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചർച്ചകൾ നടത്തുന്നുണ്ട് അദ്ദേഹം. ഇനി അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് പോലെയുള്ള ആളുകൾ ഈ നമ്മുടെ ഒരു ലോകത്ത് നിന്ന് തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതല്ലെങ്കിൽ ഭരണാധികാരി പൂർണ്ണമായിട്ടും സാധാരണഗതിയിൽ നമ്മൾ ഫിഖ്ഹിൻ്റെ കൃതികളിലൊക്കെ കാണപ്പെടുന്ന അതേ ഷർത്തുകളുള്ള ആൾ തന്നെയാവണോ, അതല്ല ഭരണം നിർവഹിക്കാനൊക്കെ പറ്റുന്ന ഒരു കണ്ടീഷനുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആളായാൽ മതിയോ തുടങ്ങിയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കൃതിയാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ ഫിസ്ഖ് വരികയാണ് എന്നുണ്ടെങ്കിൽ തമാദി അലൽ ഫിസ്ഖി ഷുർബിൽ ഖംർ, കള്ള് കുടിക്കുന്നത് പോലെയുള്ള
എന്തെങ്കിലും ഫിസ്ക് അദ്ദേഹം നിരന്തരമായിട്ട് ചെയ്യുന്ന ഒരു ഹാക്കിമാണ് എങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഖൽ ചെയ്യപ്പെടും, അതല്ലെങ്കിൽ ഇൻഖില ആവും എന്നുള്ളതാണ് ജുവൈനി ഇമാമൊക്കെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അത് നറ അന്നഹു മുഅസ്സിറുൻ എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങളൊക്കെയാണ് അദ്ദേഹം നടത്തുന്നത്. ഇൻഖില ആകും, അദ്ദേഹത്തെ ഖൽ ചെയ്യൽ നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് അങ്ങനെ ചെയ്യുന്ന ആളാണ് എങ്കിൽ ഖൽ ചെയ്യാൻ ഉള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള അർത്ഥത്തിൽ അതിനൊരു തഹ്സീർ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ മാവർദി ഇമാമിൻ്റെ ഒരു കേസിലേക്കൊക്കെ വരികയാണെങ്കിലൊക്കെ സമാനമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഗസാലി ഇമാമും അത് തന്നെയാണ് ഇഹ്യാ ഉലൂമുദ്ദീനിലൊക്കെ എന്ത് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഗസാലി ഇമാമിൻ്റെ ഒരു കാലം മുതൽക്ക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു കാലം മുതൽക്ക് മാത്രമൊന്നുമല്ല, അബൂ ഹനീഫ ഇമാമിൻ്റെയൊക്കെ ഒരു കാലം മുതൽക്ക് തന്നെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മുസ്ലിം സമൂഹം സായുധമായിട്ട് ഒരു കലാപത്തിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് ഉമ്മത്തിന് വലിയ നഷ്ടമുണ്ടാക്കും എന്നുള്ളൊരു തിരിച്ചറിവിൽ അത് അത്ര നല്ലതല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് അബൂ ഹനീഫ ഇമാമു വലിയ കലാപ ശ്രമങ്ങളിലൊന്നും എന്ത് ചെയ്യുന്നില്ല, ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, മാലിക് ഇമാം അടക്കം അതിനെ സപ്പോർട്ടൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ചിത്രമാണ് നമുക്ക് ഷാഫി ഇമാമിലൊക്കെ കാണാനൊക്കെ കഴിയുക. പക്ഷേ പിന്നീട് ഗസാലി ഇമാമിൻ്റെയൊക്കെ ഒരു കാലത്തെത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ജായിറായിട്ടുള്ള അല്ലെങ്കിൽ നീതിയൊന്നും നടപ്പിലാക്കാത്ത ഒരു ഭരണാധികാരിയാണെങ്കിൽ അവരെ അംഗീകരിച്ച് അതിനെ ക്ഷമിച്ച് നമ്മൾ നിൽക്കുക എന്നുള്ളത്, അത് ആ ഒരു ഹദീസ് കണ്ട ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് പോലെയുള്ളവ അല്ല നുനാസിയൽ അമ്ര അഹ്ലഹു, അതല്ലെങ്കിൽ വഇൻ വറബ വഹറക്ക ഫസറക്ക മാലക്ക എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഹദീസുകളുടെയൊക്കെ വെളിച്ചത്തിലാണ് എന്ത് ചെയ്യുന്നത്, അത്തരം നിലപാടുകൾ എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അൽ-ലറൂറാത്ത് തുബീഹുൽ മഹദൂറാത്ത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു ഫിഖ്ഹുൽ മഖാസിദ് അതല്ലെങ്കിൽ ഫിഖ്ഹുൽ മആലാത്ത് എന്നുള്ളൊക്കെ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അത്തൊരു സമീപനം സ്വീകരിക്കുന്നത്. അപ്പോൾ ശവം തിന്നാൻ നമുക്ക് എന്ത് ചെയ്യുന്ന അനുമതിയുണ്ട് നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി. അപ്പം അങ്ങനെയാണ് എങ്കിൽ നല്ല അദാലത്തുള്ള അല്ലെങ്കിൽ അതിലായിട്ടുള്ള നമ്മൾ സാധാരണ ഒരു ഭരണാധികാരിയിൽ ഉണ്ടായിരിക്കേണ്ട നീതി നിർവഹണം പോലെയുള്ള ഗുണങ്ങളില്ലാത്തൊരവസ്ഥ വരികയാണ് എങ്കിൽ അതൊന്നും ഇല്ലാത്ത ഒരാളെ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യേണ്ടി വരും, സ്വീകരിക്കേണ്ടി വരും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നീങ്ങുന്നത്. ഇനി അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് ഒരുപാട് രക്തച്ചൊരിച്ചിലുകളിലേക്കും അതുപോലെ തന്നെ ആകെ ജനങ്ങളുടെ ജീവിതത്തേക്ക് വളരെ ദുസ്സഹമാക്കുന്ന രീതിയിലേക്കൊക്കെ നീങ്ങുകയാണ് എങ്കിൽ തൽക്കാലം നമ്മൾ ആ ആളെ തന്നെ സഹിച്ച് ജീവിക്കുകയാണ് വേണ്ടത് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് പിന്നീടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ കഴിയുക. അങ്ങനെ പിന്നെ നവവി ഇമാമിൻ്റെയൊക്കെ ഒരു ഘട്ടം വരികയാണ് എങ്കിൽ അവിടെ നമുക്ക് ഈ ഇജ്മാഇൻ്റെ ഒരു തലം തന്നെ കാണാനൊക്കെ പറ്റും. ഷറഹ് മുസ്ലിമിലാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫിത്തനിൻ്റെ ബാബുകളിൽ ഇത്തരം ഹദീസുകളെയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് ഇജ്മാ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ റിവായത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർ അല ഹുർമത്തി അൽ ഖുറൂജി അലൽ ഹാക്കിം എന്നുള്ളതിന് ഇജ്മാ ഉണ്ട് എന്നുള്ള വിഷയം അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആദ്യം ഖാദി ഇയാദിനെ പോലെയുള്ള പണ്ഡിതന്മാർക്കൊക്കെ അത്തരം വിഷയങ്ങളിലുള്ള എതിരഭിപ്രായങ്ങളും മറ്റൊക്കെ വിവരിച്ചതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഇജ്മാ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തെ ഒന്നുകൂടി കൃത്യമായിട്ട് വിവരിക്കുന്നത് ഷാഫി മദ്ഹബിൽ തന്നെ പിന്നെ അവസാന കാലത്തൊക്കെ വരുന്ന മുഗനിൽ മുഹ്താജ് എന്നൊക്കെ പറയുന്ന ഒരു കൃതിയുണ്ട് ഇമാം ഖത്തീബ് ഷർബീനിയുടെ. അദ്ദേഹം അത് പറയുന്നത് അപ്പോൾ ആദ്യകാലത്ത് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട് പിന്നീട് ഇജ്മാ ആയിട്ടുണ്ട് എന്നുള്ള വിവരം പറയുന്നത് ആ കാലത്തിന് ശേഷം പിന്നീട് ഇജ്മാ ആയതായിരിക്കും എന്നുള്ള വിഷയത്തിലാണ് ആ ഒരു രീതിയിലാണ് അതിനെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആദ്യകാലത്ത് ഇഖ്തിലാഫ് ഉണ്ടായിട്ട് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും, സമൂഹം ഒന്നാകെ ഉമ്മത്ത് ഒന്നാകെ ഒരു വിഷയത്തിൽ ഏകോപിക്കുക എന്നുള്ളത് സാധ്യവുമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫിഈ ഫിഖ്ഹിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുൽത്താനെതിരെ നീങ്ങാനൊക്കെയുള്ള അനുമതി, അത്തരം അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ അല്ലെങ്കിൽ അവരുടെ തന്നെ ലിവ്ഡ് എക്സ്പീരിയൻസുകളിൽ നിന്ന് അവർ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള ഒരു ഹിക്മത്ത് എന്നുള്ള കൂടി പറയും. നമ്മൾ ഫിഖ്ഹ് അല്ലെങ്കിൽ ഫത്വ എന്ന് പറയുന്ന സംഗതികളൊക്കെ
ഹിക്മത്ത് കൂടി അതിലുണ്ടായിരുന്നു, മസ്ലഹത്ത് കൂടി പരിഗണിച്ചുകൊണ്ടാണല്ലോ വരേണ്ടത്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കിയിട്ടാണ് പിൽക്കാലത്തുള്ള നിലപാടുകൾ രൂപപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതിനർത്ഥം തീർത്തും ഭരണാധികാരി എന്തു ചെയ്താലും ശരി അതിനെ വളരെ അന്ധമായിട്ട് നമ്മൾ അംഗീകരിക്കണമെന്നൊന്നുമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് അവരെ കൃത്യമായിട്ട് ബോധവൽക്കരിക്കണം എന്നുള്ള കാര്യം ഒക്കെ കിതാബുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു വെക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത അവസരത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. നുരീദു ഇല്ലൽ ഇസ്ലാം വസ്തതഅ മാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. കേൾക്കണ്ടല്ലോ അല്ലേ? അൽ ഖുറൂജു അലൽ അഇമ്മ ഈ ടോപ്പിക്കിന് കീഴിൽ ഇമാം ഇബ്നു തൈമിയ്യയുടെ ആ വിഷയത്തിലുള്ള വീക്ഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഖുറൂജിൻ്റെയും അല്ലെങ്കിൽ ബഗയിൻ്റെയും ഒക്കെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇമാം ഇബ്നു തൈമിയ്യ ജീവിച്ച കാലഘട്ടം, ആ ഒരു ചരിത്രവും പശ്ചാത്തലവും എങ്ങനെയാണ്, ഖുറൂജും ബഗയുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെ നിർണയിച്ചത് എന്ന് മനസ്സിലാക്കൽ വളരെ അനിവാര്യമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് ഫിഖ്ഹുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉസൂലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റേതായി പ്രത്യേകിച്ചും ഈ ഖുറൂജും ബഗയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെ അടിസ്ഥാനപരമായി നിർണയിച്ച ഉസൂലിയായിട്ടുള്ള ഘടകങ്ങൾ ഇത് മനസ്സിലാക്കുമ്പോഴാണ് കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെ കുറേ കൂടി ഹിസ്റ്റോറിസൈസ് ചെയ്തിട്ടും കോണ്ടെക്സ്ച്വലൈസ് ചെയ്തിട്ടും മനസ്സിലാക്കുമ്പോഴാണ് അത് നമുക്ക് കൂടുതലായിട്ട് പിന്നെ ഒരു മീനിങ് ഫുള്ളായിട്ട് മനസ്സിലാവുക. അപ്പോൾ ഇതിൽ നമുക്കറിയാവുന്ന പോലെ ഇമാം ഇബ്നു തൈമിയ്യ ജീവിച്ചത് ഒരുപക്ഷെ ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും കലുഷിതമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പോയിൻ്റാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. നമുക്കറിയാവുന്നതുപോലെ മംഗോളുകളുടെ ആക്രമണം എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക ലോകത്തെ ഛിന്ന ഭിന്നമാക്കിയ, അബ്ബാസിയ ഖിലാഫത്ത് നാമമാത്രമായി ഈജിപ്തിലെ മംലൂക്കുകളിൽ അഭയം തേടിയ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിക ലോകം ഒരുപക്ഷെ അതുവരെ ഉണ്ടായിരുന്ന ഇസ്ലാമിക ശരീഅത്തനുസരിച്ചുള്ള ഒരു ഭരണത്തിൽ നിന്ന് പുറമേക്കാരുടെ അതല്ലെങ്കിൽ അനിസ്ലാമികമായ നിയമ വ്യവസ്ഥകൾക്കനുസരിച്ച് ഇസ്ലാമിക സമൂഹം ഭരിക്കപ്പെടുന്ന ഒരു സാഹചര്യം. എല്ലാ അർത്ഥത്തിലും നേതൃത്വവും അതുപോലെ തന്നെ രാഷ്ട്രീയമായ അതോറിറ്റിയുമൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വളരെയധികം ഛിദ്രമായ, വളരെ കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ് ഇമാം ഇബ്നു തൈമിയ്യ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ
നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഖുറൂജും ബഗയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെ പല മോഡേൺ സ്കോളേഴ്സൊക്കെ തന്നെ ഒരു റിവിഷനിസ്റ്റ് കാഴ്ചപ്പാടായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതുവരെ നിലവിലുണ്ടായിരുന്ന അതുമായി ബന്ധപ്പെട്ട ഫിഖ്ഹിലെ അടിസ്ഥാനങ്ങളെ, ഫിഖ്ഹിൻ്റെ സാങ്കേതികമായിട്ടുള്ള നിയമപരമായിട്ടുള്ള അടിസ്ഥാനങ്ങളെ ഒരർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്ന എന്നോ അതല്ലെങ്കിൽ പിന്നെ ബൈപ്പാസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മെത്തഡോളജി, ഒരു രീതിശാസ്ത്രം ഉസൂലിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് എടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇമാം ഇബ്നു തൈമിയ്യയുടെ ചില മുൻഗണനാ ക്രമങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്ന് പലപ്പോഴും പിന്നെ മറ്റു പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു നമ്മൾ ചർച്ച ചെയ്യുന്ന അതുപോലെ തന്നെ ഒരുപക്ഷെ ഷാഫിഈ ഫിഖ്ഹുമായിട്ടും ഹനഫി ഫിഖ്ഹുമായിട്ടൊക്കെ തന്നെ വളരെ മറ്റൊരു തലത്തിൽ വളരെ അടിസ്ഥാനപരമായിട്ട് ഇമാം ഇബ്നു തൈമിയ്യയുടെ വീക്ഷണങ്ങൾ വ്യത്യാസപ്പെടുന്നത് ഭരണാധികാരവും അതല്ലെങ്കിൽ രാഷ്ട്രീയാധികാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റി സെൻറ്റേർഡ് വിഷൻ എന്ന് നമ്മൾ പല സ്കോളേഴ്സും ഇപ്പോൾ പരിചയപ്പെടുത്തുന്ന ആ ഒരു വിഷൻ, അത് വളരെ അദ്ദേഹത്തിൻ്റെ മെത്തഡോളജിയെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ നിർണ്ണയിക്കുന്നതിൽ വളരെ നിർണായകമാണ്. എന്ന് പറഞ്ഞാൽ നിലനിന്ന് പോന്നിരുന്ന ഫിഖ്ഹിൽ നിലനിന്ന് പോന്നിരുന്ന ഒരു റൂളർ സെൻറ്റേർഡ് വിഷന് പകരമായിട്ട് ഭരണാധികാരി കേന്ദ്രീകൃതമായ ഹാക്കിം അല്ലെങ്കിൽ ഇമാം എന്നുള്ള നിലക്ക് ഭരണാധികാരിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഭിന്നമായി ഉമ്മത്ത് കേന്ദ്രീകരിച്ചിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെൻറ്റേർഡായിട്ടുള്ള ഒരു വിഷനിലാണ് ഇമാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെ ആദ്യാന്തം രൂപപ്പെടുത്തിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മുൻഗണനാ ക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏത് കാര്യത്തിലും എന്ന പോലെ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അദ്ദേഹം ഇസ്ലാമിക ശരീഅത്ത് അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം ഒരു വിശ്വാസം എന്നുള്ള നിലക്കും അതുപോലെ തന്നെ ഒരു ദീൻ എന്നുള്ള നിലക്കും അതിനാണ് അദ്ദേഹത്തിൻ്റെ ഔലവിയാത്തിൽ അദ്ദേഹത്തിൻ്റെ പരിഗണനകളിൽ പ്രയോറിറ്റീസിൽ ഏറ്റവും മുൻഗണന ഉണ്ടായിരുന്നത്. അതിനുശേഷം പ്രത്യേകിച്ചും ഭരണവും പിന്നെ ലീഡർഷിപ്പൊക്കെയായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമതായിട്ട് മാത്രമേ ഈ പറയപ്പെട്ട ഓർഡർ അതല്ലെങ്കിൽ പിന്നെ സ്റ്റെബിലിറ്റി എന്നുള്ള ഒരു പോയിൻ്റ് അദ്ദേഹം രണ്ടാമതായിട്ടാണ് പരിഗണിച്ചത്. അതിനും ശേഷം മൂന്നാമതായിട്ട് മാത്രമേ അദ്ദേഹം ഈ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് നിലനിന്ന് പോന്നിരുന്ന പിന്നെ ഫിഖ്ഹിൻ്റെ ഒരു പാരമ്പര്യത്തെ അതിൻ്റെ പിന്നെ സാങ്കേതിക വശങ്ങളെ അദ്ദേഹം മൂന്നാമതായി മാത്രമാണ് അദ്ദേഹം പരിഗണനക്കെടുത്തത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം ഈ ഒരു മുൻഗണന ഇമാം ഇബ്നു തൈമിയ്യയുടെ വീക്ഷണങ്ങളെ രീതിശാസ്ത്രത്തെ പഠിക്കുമ്പോൾ വളരെ പ്രധാനമാണ്. നമ്മൾ നേരെ ഖുറൂജിൻ്റെയും ബഗയിൻ്റെയും ഒക്കെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സംഗതി ഈ ഒരു മുൻഗണനാക്രമം ആണ് അദ്ദേഹം മുന്നിൽ വെച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതി അദ്ദേഹത്തെ വായിക്കുമ്പോൾ ഇമാം ഇബ്നു തൈമിയ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പിന്നെ നമുക്കറിയാവുന്നതുപോലെ പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ പല ഷെയ്ഡ്സിലുള്ള പിന്നെ ഇപ്പോൾ നമ്മളുടെ മോഡേൺ കോണ്ടെക്സ്റ്റിലൊരു റിഫോമിസ്റ്റ് ധാരകളെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ
അവരിൽ പല തലത്തിൽ നിൽക്കുന്ന ആളുകളും ഇമാം ഇബ്നു തൈമിയ്യയെ പല തരത്തിൽ വായിച്ച് കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും മിസ് റീഡിങ്സ്, അതുപോലെ തന്നെ പാർഷ്യൽ റീഡിങ്സ്, ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന മിസ് റെപ്രസെൻറ്റേഷൻസ് ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഇമാം ഇബ്നു തൈമിയ്യയുടെ കേസിൽ നമുക്ക് കാണാൻ കഴിയും. വളരെ പരസ്പര വിരുദ്ധമായ തരത്തിൽ പോലും ഇമാം ഇബ്നു തൈമിയ്യ വായിക്കപ്പെടുകയും വ്യാഖ്യാനിക്കപ്പെടുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ മനസ്സിലാക്കുന്നത്, നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വളരെ കോണ്ടക്സ്റ്റലായിട്ടുള്ള അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹം നേരിട്ടിരുന്ന വളരെ സവിശേഷമായ ഒരു മുൻപില്ലാത്ത തരത്തിലുള്ള ഒരു സാഹചര്യം ഇതിനെയൊക്കെ തന്നെ നിർണ്ണയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വിഷയത്തിൽ തന്നെ ഖുറൂജുമായും ബഗയുമായും ഫിത്തയുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ പരസ്പര വിരുദ്ധമായ എന്ന് പോലും തോന്നിയേക്കാവുന്ന തരത്തിലുള്ള എഴുത്തുകൾ അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ ഫത്താവയാവട്ടെ, ഹിസ്ബയാവട്ടെ, സിയാസ ഷറിയ ആവട്ടെ, അല്ലെങ്കിൽ മിൻഹാജ് സുന്നയാവട്ടെ, ഇതിലൊക്കെ തന്നെ പരന്നു കിടക്കുന്ന ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എഴുത്തുകൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു പക്ഷേ ഒരു നേരത്തെ പറഞ്ഞ ഒരു കോംപ്രഹെൻസീവ് അല്ലാത്ത അല്ലെങ്കിൽ പാർഷ്യലായിട്ടുള്ള ഒരു റീഡിങ് പലപ്പോഴും വളരെ തെറ്റായ കൺക്ലൂഷൻസിലേക്ക് ഇമാം ഇബ്നു തൈമിയ്യയുമായി ബന്ധപ്പെട്ട ആളുകൾ പോകാനുള്ള കാരണമാവാറുണ്ട്. നമുക്ക് സ്കോളേഴ്സിൻ്റെ ഇടയിൽ തന്നെ ആ ഒരു സംഗതി കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ അദ്ദേഹം ഫത്വയാവട്ടെ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളാവട്ടെ, അത് പറയുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ അതിൻ്റെ വളരെ ന്യൂവാൻസ്ഡ് ആയിട്ടുള്ള ഒരു പരിശോധന, ഒരു അനാലിസിസിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ ശരിയായ ഇബ്നു തൈമിയ്യയെ നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില പോയിന്റുകളിൽ ചില സ്കോളേഴ്സ് ഈ ഒരു സംഗതിയെ ചുരുക്കി പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു തൈമിയ്യയുടെ ഈ ഒരു മെത്തഡോളജി, ഈ അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഉസൂലുകൾ യൂസുഫ് റബപ്പോർട്ടിനെ പോലെയുള്ള സാം ഹൂസ്റ്റിനെ പോലെയുള്ള ചില സ്കോളേഴ്സൊക്കെ തന്നെ ചില പോയിന്റുകളിൽ ചുരുക്കി പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ്, നേരത്തെ പറഞ്ഞ ഇമാം ഷാഫി ആകട്ടെ, അതുപോലെ തന്നെ കൂഫികൾ അല്ലെങ്കിൽ ഹനഫികളാവട്ടെ, ഇവരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച അല്ലെങ്കിൽ നടത്തിയ ഖിയാസിലുള്ള വളരെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രശ്നം, ഇവർ ഒരു സഹിഹായ ഹദീസിലൂടെ സ്ഥിരപ്പെട്ട ഖവാരിജികൾക്കെതിരെ നിങ്ങൾ പൊരുതണം എന്ന് പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിനെ നേരത്തെ ഷമീർ സാഹിബ് സൂചിപ്പിച്ച ജമൽ സിഫീൻ
അതുപോലെ തന്നെ വളരെ ന്യൂമറസ് ആയിട്ടുള്ള വേറെ കുറേ ഈ അർത്ഥത്തിലുള്ള റെബലിയൻസ്, ഇതിന് രണ്ടിനെയും ഒരുപോലെ അല്ലെങ്കിൽ സമീകരിച്ച് മനസ്സിലാക്കി എന്നുള്ളതാണ് നിലവിലുള്ള അഹ്കാമുൽ ബുഗാത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിലവിലെ ഫിഖ്ഹിൽ നിലനിന്നിരുന്ന അഹ്കാമുൽ ബുഗാത്തുമായി ബന്ധപ്പെട്ട് ഈ പറയപ്പെട്ട ഷാഫി ഫിഖ്ഹിലും അതുപോലെ തന്നെ ഹനഫി ഫിഖ്ഹിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്ന ആ അഹ്കാമുൽ ബുഗാത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നമായി ഇമാം ഇബ്നു തൈമിയ്യ അടയാളപ്പെടുത്തുന്നത് ഈ ഖിയാസിലുള്ള ഒരു പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ഖവാരിജികൾക്ക് മാത്രം ബാധകമായ ഒരു ഹദീസിനെ ഈ പറയപ്പെട്ട സ്വർഗാവകാശികളും ഒരു തരത്തിലും നരകത്തിൽ പ്രവേശിക്കാൻ സാധ്യതയില്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ജമൽ സിഫീൻ, മുഖ്യമായും ജമൽ സിഫീൻ, അതുപോലെ തന്നെ മറ്റു നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഒരുപാട് അറ്റംപ്സുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി സമീകരിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു പ്രശ്നം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ സ്കോളേഴ്സ് ഈ ഖിയാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അടിസ്ഥാനം എങ്ങനെയാണ് ഈ ബാഗികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഖുറൂജുമായി ബന്ധപ്പെട്ട് ഉള്ള നിലവിലുള്ള വീക്ഷണങ്ങളെ, ഫിഖ്ഹി വീക്ഷണങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഒരു സംഗതിയായിട്ട് പറയുന്നത്. ഇതിലൊക്കെ തന്നെ വളരെ പ്രധാനമായ ഒരു സംഗതി ഇമാം ഇബ്നു തൈമിയ്യയുടെ മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട്, അത് തഫ്സീർ മെത്തഡോളജി ആവട്ടെ, ഉസൂൽ ഹദീസുമായി ബന്ധപ്പെട്ടാവട്ടെ, ഉസൂൽ ഫിഖ്ഹുമായി ബന്ധപ്പെട്ടാവട്ടെ, അദ്ദേഹത്തിൻ്റെ മെത്തഡോളജിയുടെ ഏറ്റവും മൗലികമായ ഒരു അടിസ്ഥാനം ഈ ഏത് വിഷയത്തിൻ്റെയും പ്രാമാണികതയുമായി ബന്ധപ്പെട്ട് സലഫിനുള്ള ഒരു സ്ഥാനം, പ്രത്യേകിച്ചും സഹാബാക്കളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ ഒരു വ്യാഖ്യാനം, അവർക്കുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അതിനുശേഷം അക്രൂഡായി വന്നിട്ടുള്ള ലീഗൽ ഡിസ്കോഴ്സസിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടെക്നിക്കാലിറ്റീസിനെ ഒരു തരത്തിൽ ബൈപ്പാസ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഈ ഒരു പ്രത്യേകിച്ചും ആദ്യ സലഫുകളുടെ ആദ്യ തലമുറക്ക് അദ്ദേഹം നൽകിയ പ്രാധാന്യം, അവർക്ക് നൽകിയ പ്രാമാണികത വളരെ പ്രധാനമാണ്. ഇത് രണ്ടാമത്തെ ഒരു വിഷയം. അദ്ദേഹത്തിൻ്റെ ഇജ്തിഹാദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉസൂലിലേക്ക് വരുമ്പോൾ നമുക്ക് കുറേ കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു പോയിൻ്റ്, പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞ ധാരകളുമായി ബന്ധപ്പെട്ട അഹ്കാമുൽ ബുഗാത്തുമായി ബന്ധപ്പെട്ട് അവരുണ്ടാക്കി വെച്ച ഒരു തരത്തിലുള്ള ഒരു 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 കൺഫ്യൂഷനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് ഇമാം ഇബ്നു തൈമിയ്യ പറയുന്നത്, നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഭരണാധികാരി അല്ലെങ്കിൽ ഹാക്കിം ഇമാമ് എന്നുള്ളതിനെ ഒരു 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 ഐഡിയൽ പൊസിഷനിൽ വെക്കുകയും കമ്മ്യൂണിറ്റി, നേരത്തെ പറഞ്ഞത് രണ്ട് തരം വിഷനാണല്ലോ, ഒന്ന് കമ്മ്യൂണിറ്റി സെൻറ്റേർഡ് വിഷനാണുള്ളത് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് റൂളർ സെൻറ്റേർഡ് വിഷനാണ്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഫിഖ്ഹി ധാരകളിലൊക്കെ തന്നെ ഒരു റൂളർ സെൻറ്റേർഡ് വിഷനാണ് നിലനിൽക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഭരണാധികാരിക്കെതിരെയുള്ള, ഇമാമിനെതിരെയുള്ള, ഹാക്കിമിനെതിരെയുള്ള ബഗയ് അതല്ലെങ്കിൽ ഖുറൂജ് എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും ഭരണാധികാരിയെ പിന്തുണക്കുന്ന തരത്തിലുള്ള, എന്നാൽ മറുവശത്ത് ബഗയിനെ അതല്ലെങ്കിൽ ഇമാം ഇബ്നു തൈമിയ്യയുടെ ഭാഷയിൽ ഫിത്നയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കൈൻഡ് ഓഫ് തിയറൈസേഷനാണ് ഈ ഒരു ധാരകളിൽ നടന്നിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെ ഒരു മർമ്മമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇജ്തിഹാദുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രസക്തി വരുന്നത് ഈ അർത്ഥത്തിലുള്ള നിലവിലുള്ള ലീഗൽ ഡിസ്കോഴ്സസിനെ ഒരു തരത്തിലുള്ള ബ്ലൈൻഡ് ലോയൽറ്റി അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിലവിലുള്ള പൊളിറ്റിക്കൽ അതോറിറ്റിയെ എതിർക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നതാണ്. എതിർക്കുന്നത് മുഴുവൻ ബഗയാണ് അല്ലെങ്കിൽ അതിനൊക്കെ തന്നെ ബുഗാത്തിൻ്റെ കാറ്റഗറിയിൽ പെടുത്തുകയും അഹ്കാമുൽ ബുഗാത്തുമായി ബന്ധപ്പെട്ടുള്ള അഹ്കാമുൽ ബുഗാത്തുമായ വിധികളെ അവർക്ക് ബാധകമാക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം. ഇത് അടിസ്ഥാനപരമായി ഫിത്നയിലേക്കാണ് നയിക്കുക എന്ന് ഇമാം ഇബ്നു തൈമിയ്യ പറയുന്നുണ്ട്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രിഫറൻസ് സോഷ്യൽ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ കൺസോളിഡേഷൻ എന്നൊക്കെയുള്ളത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മുൻഗണനകളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ബഗയിനെ
അല്ലെങ്കിൽ റബലിയനെ ഒരർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടായിരുന്നില്ല ഇമാം ഇബ്നു തൈമിയ്യയുടെ നിലപാട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നേരത്തെ പറഞ്ഞ ധാരകൾ, ഷാഫി ധാരയാവട്ടെ അല്ലെങ്കിൽ ഹനഫി ധാരയാവട്ടെ, ഒരേ സമയം റൂളർക്ക്, ഭരണാധികാരിക്ക് ഒരു തരത്തിലുള്ള അപ്പർ ഹാൻഡ് കൊടുക്കുകയും ഭരണീയരെ അത്തരം സന്ദർഭങ്ങളിൽ ഭരണാധികാരിയെ പിന്തുണക്കാൻ നിർബന്ധിതരാക്കുകയും അതേസമയം ബഗീനെ വേറൊരർത്ഥത്തിൽ സാധ്യമാക്കുകയും ചെയ്യുന്ന ഒരു ഫിഖ്ഹാണ് അവരുടെ ഫിഖ് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻസിൻ്റെ ഒരു ചുരുക്കമായിട്ട് നമുക്ക് പറയാൻ പറ്റും, ചുരുക്കിയിട്ട് പറയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു അടിസ്ഥാനം അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ഖുറൂജും ബഗയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഔലവിയത്തു നിയ്യത്താണ്, അത് പ്രൈമസി ഓഫ് ഇൻറ്റൻഷൻ. അത് ഖാലിദ് അബൂ ഫദ്ലൊക്കെ പറയുന്നത് പോലെ ഒരു പക്ഷേ ഇമാം ഇബ്നു തൈമിയ്യയെ ഒരു ലീഗലിസ്റ്റ് എന്നതിലേറെ ഒരു മോറലിസ്റ്റ് എന്നുള്ള തരത്തിലാണ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് ഈ നിയ്യത്തിന് ഇദ്ദേഹം കൊടുക്കുന്ന ഈ ഒരു പ്രാധാന്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇത്തരം വിഷയങ്ങളിൽ ഈ പ്രത്യേകിച്ചും ഈ കോൺഫ്ലിക്ട്സിനെ, സമൂഹത്തിൽ ഉണ്ടാകുന്ന സംഘട്ടനങ്ങളെ ഒരു തരത്തിൽ അതിൻ്റെ നിയ്യത്തിനെ ആസ്പദമാക്കി വർഗീകരിക്കേണ്ടതുണ്ട് എന്ന് ഇമാം ഇബ്നു തൈമിയ്യ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് തിയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അഖീദപരമായിട്ടുള്ള അതല്ലെങ്കിൽ ഡോക്ട്രിനലായിട്ടുള്ള ഡിഫറൻസസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ ദീനുൽ ഇസ്ലാമിനെ പരിക്ക് ഏൽപ്പിക്കുന്ന തരത്തിലുള്ള ഖുറൂജുകളെ അല്ലെങ്കിൽ ബഗീകളെയാണ് യഥാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും തുരത്തേണ്ടത് എന്നും അതല്ലാത്ത തരത്തിലുള്ള കോൺഫ്ലിക്ട്സ് അതെന്ത് തന്നെ ആയാലും അതിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് വേണ്ടതുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തൽഹ, അതുപോലെ തന്നെ ഇബ്നു സുബൈർ, ആയിഷ റളിയല്ലാഹു അൻഹും, അതുപോലെ തന്നെ അതിനുശേഷമുള്ള ഇബ്നു അഷസ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇമാം ഹുസൈൻ, സെയ്ദ് ബിൻ അലി, മുഹമ്മദ് ബിൻ അലി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇസ്ലാമിക ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് ഈ അർത്ഥത്തിലുള്ള ഭാഷാപരമായിട്ടാണെങ്കിൽ പോലും ബഗീ അല്ലെങ്കിൽ ഒരർത്ഥത്തിലുള്ള ഭരണാധികാരിക്കെതിരെയുള്ള ഖുറൂജ് എന്ന് വേറെ നിലക്ക് മനസ്സിലാക്കപ്പെട്ട ഇത്തരം എപ്പിസോഡുകൾ പോലും അദ്ദേഹം ഒഴിവാക്കാമായിരുന്ന അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടുന്ന ചരിത്ര സംഭവങ്ങളായിട്ടാണ് ഇമാം ഇബ്നു തൈമിയ്യ പരിഗണിക്കുന്നത്. അപ്പം അത് അദ്ദേഹം ഈ പറഞ്ഞ നിയത്തുമായി ബന്ധപ്പെട്ടും നിയത്തിനെ മുൻനിർത്തി അദ്ദേഹം ഇതിൽ കൽപ്പിക്കുന്ന ഒരു പ്രയോറിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദീനി ആയിട്ടുള്ള ബിലീഫുമായിട്ട് അല്ലെങ്കിൽ ദീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത്തരം ഹെറസികളെ ഏത് നിലക്കും ഭരണാധികാരികൾ തന്നെയും മുൻകൈ എടുത്ത് തുരത്തേണ്ടതാണ്. അതല്ലാത്ത പൊളിറ്റിക്കൽ സ്വഭാവത്തിലുള്ള ഏറ്റുമുട്ടലുകളെ എന്തെങ്കിലും വഴി ഉപയോഗിച്ച് ഒഴിവാക്കേണ്ടതുമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രയോറിറ്റൈസേഷൻ അത് ഇമാം ഇബ്നു തൈമിയ്യ ഇതിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നാലാമത്തെ അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉസൂലായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് ഈ മസ്ലഹയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇതിനെ ബാലൻസ് ചെയ്ത് നോക്കിക്കൊണ്ട് അതിൽ ഏതാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അഹ്വൻ ഷർറൈൻ, അതുപോലെ തന്നെ എന്നൊക്കെയുള്ള തരത്തിലുള്ള അതുപോലെ തന്നെ മഫാസിൽ മസാലയും തൂക്കി നോക്കിയിട്ട് അങ്ങനെ ഏതാണ് കൈൻഡ് ഓഫ് പ്രാഗ്മാറ്റിക് അപ്രോച്ച്. എത്രത്തോളം എന്ന് വെച്ചാൽ ഭരണാധികാരി അനീതി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനെതിരെയുള്ള ഹുറൂജ് അല്ലെങ്കിൽ അതിനെതിരെയുള്ള ബഗീ സമൂഹത്തിന്റെ സ്റ്റെബിലിറ്റിയെ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട തരത്തിലുള്ള സോഷ്യൽ ഓർഡറിനെ ബാധിക്കുന്നതാണെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് വേണ്ടത് എന്നാണ് ഇമാം ഇബ്നു തൈമിയ്യ പറയുന്നത്. ഈ അർത്ഥത്തിലുള്ള എന്നാൽ അവിടെ വർക്ക് ചെയ്യുന്ന ലോജിക്ക് അല്ലെങ്കിൽ ഈ ഇതാണ്, അതായത് മഫ്സദത്താണോ അതല്ല മസ്ലഹത്താണോ ഓവർവേ ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച്, ഖൈറാണോ ഷർറാണോ കരം തൂങ്ങുന്നത് എന്നുള്ളതനുസരിച്ച് ഖൈറിനേക്കാൾ ഷർറാണ് സാധ്യത എങ്കിൽ അതിൽ നിന്ന് അത് ഒരു നല്ല കോഴ്സറാണെങ്കിൽ പോലും അതിൽ നിന്ന് വിട്ടു നിൽക്കുക
എന്നുള്ള ഒരു നിലപാടാണ് ഇമാം ഇബ്നു തൈമിയ്യ എടുക്കുന്നത്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തന്നെ ഭാഗമായി അദ്ദേഹത്തിന്റെ പരിഗണനകളിൽ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുള്ള ഒരു ഭരണക്രമം അതിൽ മാത്രമേ അതിൽ അല്ലെങ്കിൽ നീതി ആത്യന്തികമായി നടപ്പിൽ വരുത്താനാവൂ എന്ന ഉറച്ച വിശ്വാസത്തിന്റെ ഫലത്തിൽ അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിഗണനകൾ അല്ലെങ്കിൽ ബഗയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ആ മേഖലയിൽ കൈകടത്തുന്നവരെ വളരെ എല്ലാ അർത്ഥത്തിലും ഉള്ള പിന്നെ ആംഡായിട്ടുള്ള മുസല്ലഹായിട്ടുള്ള സായുധമായ പോരാട്ടങ്ങളിലൂടെയൊക്കെ തന്നെ നേരിടാനുള്ള ഒരു കാഴ്ചപ്പാടും ഇമാം ഇബ്നു തൈമിയ്യയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മംഗോളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അതിൻ്റെ തുടക്കത്തിലൊക്കെ തന്നെ അവരെ നേരിടൽ മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം ഫർളാണെന്നും അത് മംഗോളുകളുമായുള്ള യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഒരു തരത്തിൽ മുർത്തദ്ദുകളാണെന്നൊക്കെ തരത്തിൽ എന്ന് വരെയുള്ള തരത്തിലുള്ള ഒരു വീക്ഷണത്തിലേക്ക് ഇമാം ഇബ്നു തൈമിയ്യ പോകുന്നത് ഈ അർത്ഥത്തിൽ ഇസ്ലാമിക ശരീഅത്തിനെ മാറ്റി അവരുടേതായിട്ടുള്ള ഫോറിൻ ലീഗൽ സിസ്റ്റം അല്ലെങ്കിൽ ഫോറിൻ ലോസ് ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോഴാണ് അതിനെതിരെ എല്ലാ സർവ്വശക്തിയും എടുത്തുള്ള പോരാട്ടം ഫർള് ഐനാണ് എന്നുള്ള തരത്തിൽ ഇമാം ഇബ്നു തൈമിയ്യ വാദിക്കുന്നത്. അപ്പോൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ അടിസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ മുൻഗണനകളിലും വെച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ ഞാൻ അവസാനം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു യൂട്ടിലിറ്റേറിയൻ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അത് ഏത് വിഷയത്തിലും എന്ന പോലെ തന്നെ അതിൻ്റെ എല്ലാ സാങ്കേതികതകൾക്കും അതുമായി ബന്ധപ്പെട്ട കോഡിഫൈ ചെയ്യപ്പെട്ട നിയമങ്ങൾക്കും അപ്പുറം വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വളരെ കോണ്ടെക്സ്ച്വലായിട്ടുള്ള എന്നാൽ സാധാരണ ജനങ്ങളുടെ മുസ്ലിം ജീവിതത്തെ വളരെ പരിഗണിച്ചുകൊണ്ടുള്ള കൈൻഡ് ഓഫ് കോമൺ സെൻസ് ഫിലോസഫി എന്നൊക്കെ ചില സ്കോളേഴ്സൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു തിയറൈസിംഗ് ആണ് ചില വ്യക്തമായ വളരെ സിസ്റ്റമാറ്റിക്കായ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഇമാം ഇബ്നു തൈമിയ്യ നടത്തുന്നത് എന്നാണ് നമുക്ക് ചുരുക്കി പറയാൻ കഴിയുക. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇമാം ഇബ്നു തൈമിയ്യ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ചിന്തകനാണ്, ഒരു ഫഖീഹാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചുരുക്കിയിട്ട് വളരെ വളരെ ജനറലായിട്ടുള്ള ചില സംഗതികൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുക. ഇൻഷാ അല്ലാഹ് കൂടുതൽ കാര്യങ്ങൾ സമയമുണ്ടെങ്കിൽ ഡിസ്കഷനിലാകാവുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ ഇതിൽ പ്രത്യേകിച്ചും ഇതിലൊരു ഭയങ്കര സ്കോളർലി ആയിട്ട് പ്രത്യേകിച്ചും ഷാഫി ഫിഖിൽ അങ്ങനെ സംസാരിക്കാൻ യോഗ്യനായ ഒരാളല്ല. കാരണം ഇതിലങ്ങനെ ഒരു സ്കോളർലി ആയിട്ടുള്ളൊരു മലക്ക ഫിഖി എനിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ കുറച്ചും കൂടെ നമ്മളുടെ ഒരു പഠനത്തിന് അല്ലെങ്കിൽ ചിന്തക്ക് വെളിച്ചാവുന്ന തരത്തിലുള്ള കുറച്ച് പഠനങ്ങൾ ജസ്റ്റ് അതിനെ ഒന്ന് പരിചയപ്പെടുത്തുക. അതിൽ പറയുന്ന പ്രത്യേക പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതും ഞാൻ വായിച്ചെത്തിയ ചില പഠനങ്ങൾ മാത്രമാണ് പരിചയപ്പെടുന്നത്. അതിനപ്പുറത്തും ധാരാളം കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം, മൊത്തത്തിൽ ഖുറൂജ് അലൽ അയിമ്മ എന്നുള്ളത് മാത്രമല്ല, മൊത്തത്തിൽ ഈ ഒരു മേഖലയിലുള്ള നേരത്തെ സമീർ ഉസ്താദ് പറഞ്ഞു 2-3 തരത്തിലുള്ള പേരുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അത്തരം മേഖലയിൽ മൊത്തത്തിലുള്ള ചില വർക്കുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഷാഫി ഫിഖിൻ്റെ ചില കാര്യങ്ങൾ മാത്രം ലാസ്റ്റ് സമയത്ത് ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. അതിൽ ഒന്നാമത്തെ ഒരു വർക്ക് ഖാലിദ് അബൂ ഫദലിൻ്റെ റിബലിയൻ ആൻഡ് വയലൻസ് ഇസ്ലാമിക് ലോ എന്നുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ അദ്ദേഹം തുടക്കത്തിൽ ചെയ്യുന്നത് സമീർ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മേഖലയിൽ ഉപയോഗിച്ച വാക്കുകളെക്കുറിച്ചുള്ള, ഖുർആനിൽ ഉപയോഗിച്ച വാക്കുകളെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡിസ്കഷനാണ്. അപ്പോൾ അതിലൊന്നാമത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഖുറൂജ് അലൽ അയിമ്മ എന്നുള്ള വാക്കുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സംഗതി ബഗി എന്നുള്ളൊരു വാക്കുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നത് മുക്കാത്തല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വാക്കുണ്ട്, മുഹാറബത്ത് എന്നുള്ളൊരു വാക്കും കൂടി അദ്ദേഹം അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഖുർആനിൽ ഉപയോഗിച്ച ഒരു സംഗതിയാണ് അല്ലദീന യുഹാരിബൂന അല്ലാഹു വറസൂലഹു
എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം. അതിൽ മുഹാറബ എന്നുള്ളൊരു വാക്കുകൂടി അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. മുഹാറബത്തുമായി ബന്ധപ്പെട്ട് ഏകദേശം ഇതിൻ്റെ രണ്ടിൻ്റെ അപ്പുറത്തുള്ള കുറച്ചുകൂടി വലിയൊരു രാജ്യദ്രോഹം എന്നുള്ളതിൻ്റെ തന്നെ ഒരു എക്സ്ട്രീമായിട്ടുള്ള ആയുധം ഉപയോഗിച്ചും അതുപോലെ തന്നെ കൊലക്കൊക്കെ കാരണമാകുന്ന തരത്തിലുള്ള വളരെ വലിയ തരത്തിലുള്ള കുറച്ചും കൂടി ഗൗരവമുള്ള കാര്യമായിട്ടാണ് അത് ശറഅ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനുള്ള ശിക്ഷകളും അതുപോലെ തന്നെ ഖുർആനിൽ തന്നെ പറയാം യുക്കത്തലോ യുസല്ലബു ഔ യുൻഫു അനിലർദ് അല്ലേ, യുൻഫു അനിലർദ്. അതായത് അവർ ഒന്നൊക്കെ ഇഞ്ചിഞ്ചായി കൊല്ലണം, അല്ലെങ്കിൽ കൈകാലുകൾ എതിരിൽ ഛേദിക്കണം എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ യുസല്ലബു, അല്ലെങ്കിൽ ഇതിൽ സ്വലബ് അത് കുരിശേറ്റണം എന്നൊക്കെ പറയുന്ന വളരെ വലിയൊരു ഇതൊക്കെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഓരോ കാലത്തുള്ള ഫക്കീഹുകൾ എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളത്, ഓരോ എല്ലാ മദ്ഹബുകളും. അപ്പോൾ അതിൽ ഷാഫി ഫിഖ് അടക്കമുള്ളതിൽ ഇപ്പോൾ സമീർ ഉസ്താദ് പറഞ്ഞ കാര്യം തന്നെയാണ് അതിലെല്ലാ കാര്യങ്ങളും ഉള്ളത്. അതിൽ ഷാഫി ഇമാം മുതൽ മജൂം ഇമാം നവവി, അതുപോലെ തന്നെ റാഫി ഇമാം റാഫി പോലുള്ള പ്രധാനപ്പെട്ട രണ്ട് ധാരകളിലെ എല്ലാ ആളുകളും ഇതേ കാര്യം തന്നെയാണ്. ഈ ഖുറൂജ് അൽ അയിമ എന്നുള്ളത് ഒരിക്കലും ഫിഖിൽ സാധ്യമല്ല, പാടില്ല എന്നുള്ളതും അതിൽ തന്നെ പ്രത്യേകിച്ചും വിജയസാധ്യതയില്ലാത്ത ഒരു നീക്കത്തെക്കുറിച്ചും അത് ഒരു നിലക്കും പാടില്ല എന്നുള്ളതാണ് കൃത്യമായി പറയുന്നത്. അതിൽ മിക്കവാറും ഫിത്ന എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ഇല്ലത്തായിട്ട് അതിലൊക്കെ നിലച്ചു നിൽക്കുന്ന നമുക്ക് കാണാനും കഴിയും എന്നുള്ളതാണ് അതിലുള്ള അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ ഇതാണ് ഒരു പഠനം. ആ പഠനത്തിൽ അതിൽ അവസാനത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ഒരു സമകാലിക സാഹചര്യം, അതുപോലെ തന്നെ സമകാലികതയിൽ നിലവിലുള്ള ഭരണകൂടങ്ങളോട് ജനാധിപത്യം പോലുള്ള അവസ്ഥയിലൊക്കെ അതിനോടുള്ള പ്രതിഷേധം, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെയുള്ള സ്പേസുകളെക്കുറിച്ച് ഫിഖ് തന്നെയുള്ള അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ അദ്ദേഹം അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പഠനം, രണ്ടാമത്തെ ഒരു സംഗതി മൗദൂദ് സാഹിബ്, ഇമാം മൗദൂദി അദ്ദേഹത്തിൻ്റെ തഫീമുൽ ഖുർആനിൽ വഖാത്തുല്ലദീ തബ്ഗി അത്താ തഫിയ അംരില്ല എന്നുള്ള സൂറത്തു ഹുജറാത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്ന കാര്യമാണ്. അതിൽ ഇതേപോലെ തന്നെ നേരത്തെ സമീർ ഉസ്താദ് പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങളായിട്ടാണ് അതിൽ ആദ്യം വിശദീകരിക്കുന്നത്. ഖുറൂജ് അൽ അയിമ എന്നുള്ളത്, രണ്ടാമത്തെ ബഗി എന്ന് പറഞ്ഞത്, രണ്ട് കാര്യങ്ങളായിട്ട് തന്നെ പറയുകയും അതിൽ തന്നെ ഓരോന്നിനുമുള്ള ഒരു 5-6 സാധ്യതകൾ, ഓരോ സന്ദർഭത്തിലും 5-6 സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഡിസ്കസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലുമുള്ള വിധികൾ എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിൽ ഏറ്റവും അവസാനം എല്ലാ തരത്തിലും അനീതി മാത്രമുള്ള ഒരു സന്ദർഭത്തിൽ മാത്രം അതിനെക്കുറിച്ച് ചില അതായത് ഒരു അക്രമം മാത്രം പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ നമസ്കാരം പോലുള്ള പ്രാഥമിക കാര്യങ്ങൾ തടയപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ മാത്രം ഉണ്ടെങ്കിൽ മാത്രം ഫിഖിൽ ചില അനുവദനീയ ഇതിനെതിരെ ഉള്ള ചില അനുവദനീയങ്ങളുണ്ട് എന്നുള്ള അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ വിജയസാധ്യത എന്നുള്ളത് പരിഗണിക്കേണ്ടതുണ്ടോ എന്നുള്ളത് ഫക്കീകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അതിൽ അവസാനിപ്പിക്കുന്നത്. പിന്നുള്ളൊരു സംഗതി നേരത്തെ പറഞ്ഞ നേരത്തെ അനീസ് സാഹിബ് ഇവിടെ വിശദമായി തന്നെ പറഞ്ഞ ഇബ്ൻ തൈമിയ മൊമെൻറ്റിനെ കുറിച്ചുള്ള വർക്കാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും മുവാമിർ അഞ്ചൂമിൻ്റെയൊക്കെ വർക്കിൽ അത് വളരെ വിശദമായി തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ അനീസ് സാഹിബ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അതിൽ ഇബ്ൻ തൈമിയൻ്റെ ഒരു കാര്യത്തിൽ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കണം. അതിൽ ഒന്ന് ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ്. ഇബ്നു തൈമിയൻ്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇലാമുൽ മുവഖ്ഖിഈൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട് അദ്ദേഹം. അതായത് അദ്ദേഹത്തിൻ്റെ ഇബ്നു തൈമിയൻ്റെ കാലത്താണ് ഈ താർത്താരികളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ആ ഒരു കാലത്താണ്. അപ്പോൾ ആ കാലത്തുള്ളൊരു സംഭവം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ ശിഷ്യന്മാരും അതുപോലെ തന്നെ ഇബ്നു തൈമിയയും കൂടെ പോകുന്നൊരു സന്ദർഭത്തിൽ താർത്താരികളിൽ കുറച്ച് ആൾക്കാർ ഒരു വഴിയിലിരുന്ന് വെള്ളമടിക്കുന്നത് കണ്ടു, മദ്യപിക്കണത് കണ്ടു. അപ്പോൾ മദ്യപിക്കണത് കണ്ടപ്പോൾ അത് തടയാൻ ചില ശിഷ്യന്മാർ ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇബ്നു തൈമിയ പറഞ്ഞു, അൽ ഫിത്നത്തു നായിമത്തും വമനിസ്തൈഖദ വഹുവ ളാലിമുൻ എന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ വെള്ളമടിച്ച് ഉറങ്ങുകയാണ് ഫിത്ന, അവരെ വിളിച്ചുണർത്തുന്നവരാണ് യഥാർത്ഥത്തിൽ അക്രമികൾ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞതായിട്ട് ഇബ്നുൽ തൈമിയയെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു ആ ഒരു ആമുഖത്തിൽ തന്നെ അതിൽ നിന്ന് ചില തത്വങ്ങൾ പറയുന്നുണ്ട്. അത് ഈ ഒരു ഖുറൂജിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ 4 അംറുൻ ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകർ എന്നുള്ളത് എല്ലാ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായൊരു കാര്യമാണ്. എന്നാൽ ആ നിർബന്ധ കാര്യം തന്നെ നടപ്പാക്കുന്നതിൽ 4 കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ആദ്യം പറയുന്നത് ഒരു ഹറാമായൊരു കാര്യം ഇല്ലാതാക്കി ഹലാലായ ഒരു നല്ലൊരു കാര്യം, വാജിബായ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു നല്ലൊരു കാര്യം അവിടെ ഒരു മസ്ലഹത്ത് നടപ്പാക്കുക, ഒരു മഫ്സദത്ത് ഇല്ലാതാക്കുക, ഒരു മസ്ലഹത്ത് നടപ്പാക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് ചെയ്യൽ അയാൾക്ക് നിർബന്ധമാണ്, വാജിബായൊരു കാര്യമാണ്. ഇനി ഒരു ചെറിയ ഒരു
ഒരു തെറ്റായൊരു കാര്യം ഒരു ഹറാമായ കാര്യം അല്ലെങ്കിൽ ഒരു മഫ്സദായ ഒരു കാര്യം തന്നെ ഇല്ലാതാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു മഫ്സദ് അവിടെ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഹറാമ് സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഹലാല് നഷ്ടപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യൽ ഹറാമാണ്. ഇനി അങ്ങനെ അതിൻ്റെ അപ്പുറത്തുള്ളൊരു സംഭവം എന്നുള്ളത് ഇനി പിന്നെ ഇങ്ങനെയല്ല, അതായത് ഒരു കാര്യം അയാൾക്ക് പിന്നെ മസ്ലഹത്തായ ഒരു സംഗതി ചെയ്യാൻ കഴിയും, അതിനേക്കാൾ പിന്നെ ചെറിയ ഒരു മഫ്സദ അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്കത് ചെയ്യൽ മുസ്തഹബായ ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം, അത് നല്ലൊരു കാര്യം എന്നുള്ളത് മുസ്തഹബായ ഒരു കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റത്തെ ഒരു പടിയായി പറയണത് ഇനി ഇതിൽ രണ്ടും ഒരുപോലെ പലതരത്തിൽ പല സ്ഥലത്ത് നോക്കുമ്പോഴും പലതരത്തിൽ ഇതിൽ ഏറ്റ വ്യത്യാസങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഇജ്തിഹാദിൻ്റെ ഒരു മേഖല. അവിടെയാണ് ഉസൂൽ ഫിഖും അതുപോലെ തന്നെ മുജ്തഹിദിൻ്റെ പിന്നെ ഷർത്തുകൾ പൂർത്തിയായവരുടെ കാര്യമായി പിന്നെ പണിയെടുക്കേണ്ട ഒരു ഭാഗം അതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് നിർത്തുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇബ്നു തൈമിയ്യൻ പിന്നെ മൊമെൻറ്റിൽ തന്നെ അവരിലെ ഈ ഒരു കാര്യം കൂടെ വളരെ കൃത്യമായി തന്നെ അവർ ഈ ഖുറൂജ് അൽ അയിമ പോലുള്ള സാധനങ്ങളിൽ പാലിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പിന്നെയുള്ളൊരു വർക്ക് പിന്നെ ക്യാമ്പസിലായി പ്രസിദ്ധീകരിച്ച തൗഫീഖ് അസ്ലമിൻ്റെ പിന്നെ ഇവിടെ തന്നെ PG സ്റ്റുഡൻ്റായിട്ടുള്ള തൗഫീഖ് അസ്ലമിൻ്റെ ഒരു വർക്കുണ്ട്. അത് ഏകദേശം ഇതിലൊരു പിന്നെ കുറേ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് നേരത്തെ പറഞ്ഞ പിന്നെ യുവാമിർ അഞ്ജൂമിൻ്റെ വർക്ക് തന്നെ അതിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഖാലിദ് അബൂ ഫദലിൻ്റെ വർക്ക് കോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അസ്മാ ദസ്തൂരിയ എന്ന് പറയുന്ന ഷൻഖീത്ത് ഇമാം ഷൻഖീത്തിൻ്റെ ഡോക്ടർ മുഖ്താർ ഷൻഖീത്തിൻ്റെ വർക്കും കൂടെ അതിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻറ്റ്, മുഖ്താർ ഷൻഖീത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻറ്റ് പിന്നെ ഇതിൽ വേറൊരു പിന്നെ വ്യത്യസ്തമായൊരു ആർഗ്യുമെൻറ്റ് അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിത്നയുടെ ടൈമിലാണ് മിക്കവാറും ഈ ഒരു പിന്നെ എല്ലാ മതങ്ങളും ഷാഫി മദ്ഹബ് അനുസരിച്ചുള്ള എല്ലാ മദ്ഹബുകളിലും ഈ ഒരു പിന്നെ തുടക്ക സമയത്ത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ഇഖ്തിലാഫുകൾ ഖുറൂജ് അൽ അയിമ വിഷയത്തിലുണ്ടായിരുന്നു. പിന്നെ അതൊരു ഇജ്മായിലേക്ക് എത്തി എന്ന് പറയുന്ന തരത്തിൽ ഇമാം നവവിയൊക്കെ ഇജ്മാ പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത് യഥാർത്ഥത്തിൽ ഫിത്നയുടെ ഘട്ടം എന്ന് പറയുന്ന ഒരു ഫിത്നയെ ഭയപ്പെടുന്ന ഒരു ഘട്ടം എന്നുള്ളൊരു സംഭവം ഒരു അടിസ്ഥാനം വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ അത് പറയുന്നത് പിന്നെ ഈ മുഖ്താർ ഷൻഖീത്ത് ഉന്നയിക്കുന്ന ഒരു ഒരു ആർഗ്യുമെൻറ്റ് പിന്നെ അത് എന്താണ് ഒരു റുഖ്സയായിക്കൊണ്ട് വന്നൊരു സംഗതിയാണ്. അതായത് യഥാർത്ഥത്തിൽ അസീമല്ല, അത് അസീമ എന്നുള്ളത് യഥാർത്ഥ നിയമം എന്നുള്ളത് യഥാർത്ഥ വിധി എന്നുള്ളത് പിന്നെന്താണ് പിന്നെ നീതിയും ന്യായത്തിനും വേണ്ടി നിലനിൽക്കുക, അത് നടപ്പാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഒരു ഫിത്നയുടെ ഭയം എന്നുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ ഭയപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് പിന്നെ അതിനെതിരെ നിശബ്ദത പാലിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ റുഖ്സയായിരുന്നു. ആ റുഖ്സ പിന്നെ കാലക്രമത്തിൽ പിന്നെ എല്ലാവരും യോജിക്കുകയും അങ്ങനെ യോജിച്ചൊരു ഫിഖായി രൂപപ്പെടുകയും ചെയ്തതോടുകൂടി പിന്നെ അത് തന്നെ അസീമയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് എന്നത് അദ്ദേഹം പിന്നെ ഉദാഹരണം പറഞ്ഞാൽ സാധാരണ നമ്മളുടെ പിന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഗൗരവം നഷ്ടപ്പെടുന്ന എനിക്ക് തോന്നിയൊരു സംഭവം കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ ജമ്മും കസ്റും ആക്കുക എന്നുള്ളത് പിന്നെ റുഖ്സായ ഒരു കാര്യമാണല്ലോ. പക്ഷേ അത് പിന്നെ കുറേ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കുറേ ആളുകൾ റുഖ്സ എന്നുള്ള ജമ്മു കസ്റും ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ഘട്ടം എത്തിയപ്പോൾ അത് തന്നെയാണ് അസീമ എന്ന് തെറ്റിദ്ധരിച്ചു എന്നുള്ളൊരു ഇതാണ് പിന്നെ അതിൽ അദ്ദേഹം ഉദാഹരണം പറഞ്ഞു. പക്ഷേ ഉദാഹരണം പറയുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ പിന്നെ ഇതായിട്ടുള്ള ഒരു മഅരിഫത്തും ഫി ദീനി വൽ ളുറൂറ എന്ന് പറയുന്ന ഒരു കാര്യം നിസ്കാരം പോലുള്ളൊരു സംഗതിയിലേക്ക് അത് ഉദാഹരണം പറയുമ്പോൾ ഉള്ള ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതങ്ങനെയുള്ള ഒരു പിന്നെ പ്രത്യേകിച്ചും മുതായിറാത്തപ്പെട്ട ഒരു കാര്യമാണ്, സാബിത്താത്തപ്പെട്ട ഒരു കാര്യത്തിൻ്റെ ഉദാഹരണം പറയുന്നതിനുള്ളൊരു പ്രതിസന്ധി അതിലുണ്ട് എന്നുള്ളത് അത് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി കൂടിയാണെന്നാണ് എനിക്ക് അതിൽ തോന്നിയത്. പിന്നെ അപ്പോൾ അതാണ് അതിൽ പറയുന്നൊരു ഒരു വാദം. അപ്പോൾ അത് പിന്നെ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാദം കൂടിയാണ്. അതിൽ പിന്നെ ബാക്കി കാര്യങ്ങൾ അതുപോലെ തന്നെ തൗഫീഖിൻ്റെ പിന്നെ പേപ്പറിൻ്റെ ലാസ്റ്റ് വരെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയുള്ളത്. ഇതുപോലെ തന്നെ ഏകദേശം ഇതേപോലെ തന്നെ ഇതിൻ്റെ ഒരു വർക്കിൻ്റെ തന്നെ ഒരു മേഖലയാണ് പിന്നെ SCO അൽ ജാമിഅ പുറത്തിറക്കിയ പിന്നെ ഈ അതിജീവനത്തിൻ്റെ ഫിഖുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകത്തിൽ ഇതുപോലെ തന്നെ ഏകദേശം ഇതിനോട് സമാനമായ ഒരു പഠനം വന്നിട്ടുണ്ട്. പിന്നെയുള്ള വേറെ സംഗതി പിന്നെ ഇനി ഷാഫി ഇമാമിൻ്റെ പിന്നെ ഇതിലേക്ക് വരുമ്പോൾ അതിൽ പിന്നെ ഞാൻ കാര്യമായിട്ട് പറയാൻ പോകുന്നത് പിന്നെ കുറേ പിന്നെ പുസ്തകങ്ങളിൽ ഇപ്പോൾ മജ്മൂ പോലുള്ള സംഗതികളിലൊക്കെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും പറയാതെ തന്നെ ഞാൻ പിന്നെ ഒരു ഫത്തുൽ ബാരിയിൽ പിന്നെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തതിൻ്റെ ശേഷം അദ്ദേഹം പറയുന്ന ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം പിന്നെ ഫത്തുൽ ബാരിയിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ കിതാബുൽ ഫിത്തനിൽ ബുഖാരിയിലെ കിതാബുൽ ഫിത്തനെ വിശദീകരിക്കണോടുത്ത് കുറേ സംഗതികൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചും ഒരു ബൽഗൂം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അവിടെ. ബൽഗൂം എന്ന് പറയുന്നത് പിന്നെ ഐദിൽ മകൾ ബൽഗൂം, അതായത് ഈ ദീനിൻ്റെ സൊഫാത്ത്, അതായത് ദീനിൻ്റെ ഒരു തെളിമ നഷ്ടപ്പെടൽ ഈ ബൽഗൂമികളായ ചില ആളുകളുടെ കൈകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ബൽഗൂം എന്നുള്ളതിനെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കുറേ റിവായത്തുകൾ അതിൽ ഫത്തുൽ ബാരി ഉദ്ധരിക്കുന്നുണ്ട്. അത് പിന്നെ ബുഖാരി ഉദ്ധരിച്ചതല്ല, പക്ഷേ ബാക്കിയുള്ള പിന്നെ ആളുകൾ ഉദ്ധരിച്ച ബാക്കി പുസ്തക പിന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ വന്ന ചില കാര്യങ്ങൾ അതിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്
അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഒരു പ്രാർത്ഥന, അഊദു ബില്ലാഹി മിൻ റഅസി സിത്തീന വ അബദത്തിൽ അബദത്തിൽ അത്ഫാലിനോ അതെന്താ പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഓർമ്മയില്ല. പിന്നെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പിന്നെ 60ൻ്റെ തുടക്കത്തിലുള്ള ആളുകളുടെ ഷെറിന്നും അതുപോലെ തന്നെ പിന്നെ മക്കളെ അധികാരം ഏൽപ്പിക്കുന്ന ആളുകളുടെ ഷെറിന്നും ഞാൻ പിന്നെ അഭയം തേടുന്നു എന്ന് പറയുന്ന ഒരു റിവായത്ത്, ഒരു പ്രാർത്ഥന അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഒരു പ്രാർത്ഥന ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ ബൽഗൂമിനെ കുറിച്ച് പറയുന്നത്, അപ്പോൾ ഇത് ആരാണെന്ന് പിന്നെ മർവാൻ റളിയല്ലാഹു പിന്നെ മർവാൻ ബിൻ ഹക്കം, പിന്നെ എല്ലാവർക്കും അറിയണമെന്നില്ല, പിന്നെ അബ്ദുൽ മലിക് ബിൻ മർവാൻ ബിൻ ഹക്കം എന്നുള്ള അബ്ദുൽ മലിക് ബിൻ മർവാൻ്റെയൊക്കെ പിന്നെ ഉപ്പായിട്ടുള്ള മർവാൻ ബിൻ ഹക്കം, പിന്നെ മാത്രമല്ല പിന്നെ അമവിയിലെ ഒരു ഭരണാധികാരിയും കൂടിയായിരുന്നു. അദ്ദേഹം പിന്നെ ചോദിച്ചു ഇത് ആരാണെന്ന് കൂടി അബൂ ഹുറൈറ റളിയല്ലാഹു ചോദിച്ചപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു, എനിക്കറിയാം ആളുകളെ, പക്ഷേ ഞാനത് ഓരോരുത്തരെയും പേര് പറഞ്ഞാൽ അത് വേറെ ഫിത്ന ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പിന്നെ ഫത്തുൽ ബാരിയിൽ പറയുന്ന ആ ഒരു സംഭവത്തിൽ പറയുന്നത്. എന്നിട്ട് അതിൽ പിന്നെ അതിനുശേഷം ഈ സംഭവമൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഫത്തുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നത് വെച്ചാൽ ഇബ്നുൽ ബത്താൽ എന്ന് പറയുന്ന ഷാഫി മദ്ഹബിലൊരു പ്രധാനപ്പെട്ട പണ്ഡിതനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം അവർ പറഞ്ഞ ഒരു സംഗതി. പിന്നെ ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാവണം എന്താണെന്ന് വെച്ചാൽ, ഈ ഹദീസുകളിൽ നിന്ന് മൊത്തത്തിൽ മനസ്സിലാവണമെന്ന് വെച്ചാൽ സുൽത്താനെതിരെ ഇറങ്ങി പുറപ്പെടുന്നത് പിന്നെ ഒരു വലിയ ഫിത്ന ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ പിന്നെ തടഞ്ഞത് എന്നാണ്. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹുവിന് യഥാർത്ഥത്തിൽ അവരെ പേരുകളൊക്കെ അറിയായിരുന്നു. പക്ഷേ പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു ചെയ്തതെന്താ വെച്ചാൽ ആ പേരുകൾ പറഞ്ഞ് അവർക്കെതിരെ ഖുറൂജ് നടത്താൻ, ഖുറൂജ് അലൈഹിം അല്ലെങ്കിൽ ആ ഖുറൂജ് അവർക്കെതിരെ നടത്താൻ പറയല്ല ചെയ്തത്. പിന്നെ കാരണം എന്താ വെച്ചാൽ അത് ഹലാക്കുൽ ഉമ്മ, അതായത് ഉമ്മത്തിൻ്റെ തന്നെ വലിയൊരു നാശത്തിന് കാരണമാകുന്നുള്ളത് കൊണ്ട് പിന്നെ അങ്ങനെ പറയല്ല ചെയ്തത്. ലാക്കിൻ അൽ ഖുറൂജ് അഷദ്ദു ഫിൽ ഹലാക്കി വഅഖ്റബു ഇലൽ ഇസ്തിസാലി മിൻ ത്വാത്തിഹിം. അതുപോലെ തന്നെ പിന്നെ ഈ സമൂഹത്തിന് മൊത്തം പിന്നെ ഇവരെ കൊണ്ട്, അതായത് ഇങ്ങനത്തെ ഈ ഒരു ഭരണാധികാരെ കൊണ്ട് വലിയ ഫിത്ന ഉണ്ടാവുന്നുണ്ട്. ആ ഫിത്ന ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് പിന്നെ ഹലാക്ക് ഉണ്ടാവുന്നുണ്ടെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ആ ഹലാക്കിനെതിരെ ഖുറൂജ് ചെയ്യണം എന്നല്ല പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു എന്ന് പറയുന്നത്. പകരം എന്താ വെച്ചാൽ പിന്നെ അവരോട് പിന്നെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കണം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അവരെ പിന്നെ അവരുടെ തോത്തിൽ നിന്ന് ഇസ്തിസാൽ നടത്തുക, അതായത് അവരെ തോത്തിൽ നിന്ന് മടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ പിന്നെ ഉമ്മത്തന്നെ മൊത്തത്തിൽ നശിച്ചു പോകാൻ കാരണമെന്നുള്ളതുകൊണ്ട് അത് ചെയ്യരുത് എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ വഖ്താറ അഖഫുൽ മഫ്സദതൈനി വ ഐസറുൽ അംറൈൻ, ഇതാണ് പിന്നെ ഇബ്നു ബത്താൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു സംഗതി. അതായത് അദ്ദേഹം അഖഫുൽ ദറൈന്, അത് 2 ദററുകൾ ഏറ്റവും ചെറുത് എടുക്കുകയും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളത് സ്വീകരിക്കുകയും ആണ് ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഗതി തന്നെയാണ് നേരത്തെ പിന്നെ പറഞ്ഞൊരു സംഗതി, അതായത് റുഖ്സ എന്നുള്ളതിലേക്ക് പോയി എന്നുള്ള തരത്തിലുള്ള ഒരു സംഗതി നമുക്ക് പിന്നെ ഇബ്നു ഹജർ അൽ അസ്ഖലാനിൻ്റെ ഈ ഒരു മൊത്തം ആ ഒരു പിന്നെ കിതാബുൽ ഫിത്തൻ്റെ ബാക്കിയുള്ള ആയത്തുകൾ ഹദീസുകളെ കുറിച്ചുള്ള കുറേ വിശദീകരണങ്ങൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ആ വിശദീകരണങ്ങളൊക്കെ വായിച്ചാലും മനസ്സിലാവുക ഈ ഒരു സംഗതിയാണ്. അടിസ്ഥാനം എന്നുള്ളത് വേറെ തരത്തിൽ പിന്നെ എന്താണ് ദീനിൽ പിന്നെ അംറു ബിൽ മഅറൂഫ്, അതുപോലെ തന്നെ പിന്നെ ഈ ഖിയാമു അൽ അദ്ൽ അങ്ങനെയുള്ള കുറേ സംഗതികൾ പിന്നെ എന്താണ് അങ്ങനെ കുറേ ആയത്തുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ആയത്തുകളൊക്കെ അദ്ദേഹം അതിൽ ഉദ്ധരിക്കുന്നുണ്ട്, പല ആയത്തുകളും അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ആയത്തുകൾ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം പിന്നെ എന്നാൽ പിന്നെ ഫിഖ്ഹിൽ ഇങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പിന്നെ വാദം കൂടി എടുത്തിട്ടാണ് നേരത്തെ പറഞ്ഞ അസ്മാ ദസ്തൂരിയിൽ നേരത്തെ പറഞ്ഞ പിന്നെ ഈ മുഖ്താർ ഷങ്കീദിയൊക്കെ ആ വാദം ഉന്നയിക്കുന്നത്. അതൊരു സാധ്യതയാണ്. പക്ഷേ അതിൻ്റെ ഫിഖ്ഹിൻ്റെ പല അടിസ്ഥാനങ്ങളിലും നമ്മൾ കുറച്ചുകൂടെ പിന്നെ ആയത്തിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ചും ഷാഫി ഫിഖ്ഹിൻ്റെ പല അടിസ്ഥാനങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ പിന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ ഖുർആന് സുന്നത്ത് എന്നുള്ളത് ഒരേ മർത്തബയിൽ വെക്കുകയും, അപ്പോൾ സുന്നത്തിൻ്റെ വളരെ കൃത്യമായ സ്വരീഹായ പിന്നെ ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. നേരത്തെ സമീറുൽ ഉസ്താദ് പറഞ്ഞ ഹദീസുകളുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ നിങ്ങൾക്ക് വലിയ പ്രയാസമുള്ള പിന്നെ പല അധികാരികളും വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വാളുകൊണ്ട് ശരിയാക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് വളരെ കൃത്യമായിരുന്നു. നിങ്ങൾ പിന്നെ നിസ്കാരം നിലനിർത്തുന്നവരെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞ ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളെ പിന്നെ ധനം അവരെ അപഹരിക്കുകയും അവകാശങ്ങളൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ നിങ്ങൾ അള്ളാഹിനോട് നിങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കുക എന്നല്ലാതെ ഖുറൂജ് നടത്തരുത് എന്നുള്ള ഹദീസുകളൊക്കെ കൃത്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഷാഫി ഫിഖിൻ്റെ ഉസൂൽ വെച്ച് നോക്കുമ്പോൾ ഇതിൽ വളരെ കൃത്യം തന്നെയാണ് എന്നാണ്. പിന്നെ ഈ ഖുറൂജ് അൽ ഇമാം എന്നുള്ള മസലയിൽ വളരെ കൃത്യമാണ്. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ചില കണ്ടംപററിയിലുള്ള കുറേ
കുറച്ച് വിഷയങ്ങളും കൊണ്ട് യഥാർത്ഥത്തിൽ വരേണ്ടതുണ്ട്. ഇനി ടൈമില്ലാത്തതുകൊണ്ട് ചർച്ചയിൽ വരുമെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ ഫലസ്തീൻ പോലത്തെ പ്രശ്നങ്ങളിൽ നമ്മുടെ നിലപാട്, ഇത്തരം കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ചർച്ച വരേണ്ട രീതിയിലാണ്. കാരണം മദ്ഹലികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം പിന്നെ സലഫികൾക്കിടയിൽ നിന്നും അതുപോലെ തന്നെ ചില പിന്നെ വേറെ ചില പിന്നെ വിഭാഗങ്ങളൊക്കെ വളരെ ശക്തമായി തന്നെ പിന്നെ ഇവർക്കെതിരെ പിന്നെ ഈ ഫലസ്തീനിലെ പിന്നെ പോരാടുന്നവർക്കെതിരെ വ്യക്തമായി ഫത്വ കൊടുക്കുകയും വ്യക്തമായി പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാകും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വരുന്നത് യഥാർത്ഥത്തിൽ പിന്നെ ഈ ഒരു മസലയുടെ ഭാഗമായി തന്നെയാണ്. പക്ഷേ അതിൻ്റെ പശ്ചാത്തലം വേറെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഷാഫി ഫിഖിൽ തന്നെ ഉള്ള പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ പലതരത്തിൽ ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പിന്നെ അവർ ഈ ഭരണാധികാരികളെ വേർതിരിക്കുന്നവർക്ക് ഒന്നാമത്തെ ഒരു ഭരണാധികാരിയുടെ ഒരു ഇത് പറയുന്നത് ഇമാമുൻ ആദിലിനെതിരെ പിന്നെ പുറപ്പെടുക ഖുറൂജ് നടത്തുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും അത് ഹറാമാണ്, അതിലൊരു സംശയമില്ല. പിന്നെ രണ്ടാമത്തെ ഒരു സംഗതി പിന്നെ ഇമാമുൽ മുഖ്സിർ എന്ന് പറയുന്നുണ്ട്. അതായത് പിന്നെ യഥാർത്ഥത്തിൽ അയാൾ പിന്നെ ദീനിയായിട്ട് നോക്കുമ്പോൾ അയാൾ പിന്നെ യഥാർത്ഥത്തിൽ നല്ല ആൾ തന്നെയാണ്. പക്ഷേ അയാൾ പല വിഭാഗങ്ങളുടെയും അവകാശങ്ങളിൽ കുറവ് വരുത്തുന്നുണ്ട്. അങ്ങനെ കുറവ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ പോലും പിന്നെ അവർക്കെതിരെ പിന്നെ എന്താണ് ഒരു ഖുറൂജ് നടത്താൻ പാടില്ല എന്നുള്ളത് വളരെ ഇജ്മാവോട് കൂടി തന്നെ പിന്നെ ഇജ്മാ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് മുബ്തദിയും അതുപോലെ തന്നെ മുബ്തദിയായവർ പിന്നെ അതുപോലെ തന്നെ ലോലിമായവർ ഇമാം എന്നുള്ളതാണ്. അവർക്കെതിരെ ഖുറൂജ് നടത്തുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ വളരെ അനിവാര്യ ഘട്ടത്തിലാണെങ്കിൽ എന്നുള്ളതിലൊരു അവസാന ഒരു സാധ്യത മാത്രം പറയുന്ന തരത്തിലാണ് പിന്നെ അത് പിന്നെ നിർത്തുന്നത്. അതും പാടില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ വെക്കുന്നത്. ഏറ്റവും അവസാനമായി പറയുന്ന ഒരു വിഭാഗം പിന്നെ മുർത്തദ്ദോ അല്ലെങ്കിൽ കാഫിറോ ആയ ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിൽ ഏകദേശം പിന്നെ വിജയ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഖുറൂജ് നടത്താം, അല്ലെങ്കിൽ അവർക്കെതിരെ പ്രതിരോധിക്കാം എന്ന് തന്നെ യഥാർത്ഥത്തിൽ ഷാഫി ഫിഖ് തന്നെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നൊരു സംഗതിയാണ് പിന്നെ ഈ വിഷയം. ഇതിൻ്റെ ഒരു പിന്നെ കുറച്ചുകൂടെ കണ്ടംപററി ആയിട്ടുള്ളൊരു പ്രസക്തി ഇതുകൂടിയാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതിൻ്റെ ബാക്കി അഭിപ്രായങ്ങളിലേക്ക് പോകുന്നില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി എന്താ ഇനി ചോദ്യത്തിന് സമയമുണ്ട്? എന്താ ചെയ്യുന്നത്? 50 ഇവിടെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത്? എന്തെങ്കിലും ഇതിൽ കൂട്ടിച്ചേർക്കാണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇത് തന്നെ നമ്മൾ പറഞ്ഞതിൽ അതിന് ശേഷം പറഞ്ഞതിൽ കൂട്ടിച്ചേർക്കാണ്ടെങ്കിൽ ഇവിടെ ഇമാം ഇബ്നു തൈമിയയെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുകയുണ്ട് വിശദമായിട്ട് തന്നെ. അപ്പോൾ ഇന്ന് പൊതുവെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇതെല്ലാം, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് വെക്കാറുള്ളത്. പക്ഷേ അദ്ദേഹം പറയുന്നത് തന്നെ ഇപ്പോൾ വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലൈക ഹുമുൽ കാഫിറൂൻ എന്നുള്ള ആയത്തിന് അദ്ദേഹം നൽകുന്ന വിശദീകരണം ഐ ഹുവൽ മുസ്തഹില്ലു ലിൽ ഹുക്മി ബിഗൈരി മാ അൻസലല്ലാഹ് വ ശറഅ് അനുസരിച്ച് വിധിക്കേണ്ടതില്ല എന്ന് പറയുന്ന, വിധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തന്നെ ഇസ്തിഹ്ലാല നിഷേധിക്കുന്ന തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നത് ഇന്നൽ മഷ്ഹൂറ മിൻ മദ്ഹബി അഹ്ലി സുന്ന അന്നഹും ലാ യറൗനൽ ഖുറൂജ അലൽ അഇമ്മത്തി. അദ്ദേഹത്തിൻ്റെ ഫത്വയിലുള്ളവരാണ് ഖിതാലഹും ബിസ്സൈഫി വഇൻ കാന ഫീഹിം ദുൽമുൻ കമാ ദല്ലത് അലാ ദാലികൽ അഹാദീസു സ്വഹീഹ അൽ മുസ്തഫീദത്തു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്നൽ ഫസാദ ഫിൽ ഖിതാലി വൽ ഫിത്നതി അഅ്ലമു മിനൽ ഫസാദിൽ ഹാസിലി ബി ദുൽമിഹിം ബിദൂനി ഖിതാലിൻ വലാ ഫിത്ന. പിന്നെ ഇവിടെ അനീസ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും അതുപോലെ തന്നെ ത്വൽഹ റളിയല്ലാഹു ആയിഷ ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വഇൻ കാന ഫാഇലു ദാലിക മിൻ ഔലിയ ഇല്ലാഹിൽ മുത്തഖീൻ വ മിൻ അഹ്ലിൽ ജന്ന ഫലൈസു അഫ്ളല മിൻ അലിയിൻ വ ആയിഷത വ ത്വൽഹത വ സുബൈർ വ ഗൈരിഹിം. അപ്പോൾ അത്തരം ആളുകളാണെങ്കിൽ പോലും ശരി, അവർ ഖുറൂജിൻ്റെ ആളുകളാണ് എങ്കിൽ അവർക്ക് യാതൊരു വിധ സാധൂകരണവും നൽകാൻ പറ്റില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചില ഒറ്റപ്പെട്ട കോണ്ടക്സ്റ്റുകളിൽ നിന്നൊക്കെ അടർത്തി മാറ്റിയിട്ട് പല ആളുകളും തങ്ങളുടെ വാദങ്ങൾക്കൊക്കെ അതിനെ സാധൂകരിക്കാനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. എന്നല്ലാതെ അദ്ദേഹം ഒരിക്കലും തന്നെ ഇതിൻ്റെ പേരിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരാളല്ല എന്നുള്ളതാണ് ആഡ് ചെയ്യാനായിട്ടുള്ളത്.